ഹലോ ഫ്രണ്ട്സ്, വെജിറ്റബിൾ സ്റ്റൂ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് വെജ് സ്റ്റൂ. ടേസ്റ്റിയും അതുപോലെ തന്നെ കളർഫുള്ളുമായ വെജ് സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചതുരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ ഉരുളക്കിഴങ്ങ്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, 1 ഗ്രാമ്പൂ. ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് 3 വിസിലടിക്കുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. കുക്കറിലിട്ട പച്ചക്കറികളെല്ലാം വെന്ത് വന്നു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ഏലക്കയും 1 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഏലക്കയും ഗ്രാമ്പൂവും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് സവാള ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി കളർ മാറി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ വേവിക്കുന്നതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. വെന്ത് വന്ന പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തേങ്ങയുടെ പാല് ഉരുണ്ട് കട്ടയായി വരും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് തിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി എല്ലാം കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടെ ചേർത്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് നല്ലപോലെ കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ, അതായത് കട്ടിയുള്ള പാല് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ 1/4 പാൽ ചേർത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ദാ നമ്മുടെ വെജ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും വെജ് സ്റ്റൂ ആണ്. കാര്യം വെള്ളയപ്പത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കോമ്പിനേഷൻ ചിക്കൻ കറി ആണെങ്കിലും സെക്കൻഡ് ഓപ്ഷനായിട്ട് എപ്പോഴും വരുന്നത് വെജ് സ്റ്റൂ ആണ്. വെജ് സ്റ്റൂവിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഇടിയപ്പമാണ്. നിങ്ങളുടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.